ഞാൻ കഴിഞ്ഞ ദിവസം ഫുഡ് മത്സരത്തിന് പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ലേ? അതാണ് കേട്ടോ ഇത്. ആദ്യം തന്നെ തേങ്ങേൻ്റെ ബ്രൗൺ കളറൊക്കെ മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്ക അരച്ച് വെച്ചിട്ടുണ്ട്, ശർക്കര പാനിയാക്കി വെച്ചിട്ട് ചക്കക്കൊരു തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഫെലോക്കിൻ്റെ ഹണി പീനട്ട് ബട്ടറും കൂടി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിൻ്റെ ജാർ എടുക്കാം, അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് അങ്ങിട്ടിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. ഈ ഒരു സമയത്തേക്ക് നമുക്ക് ചക്കക്കുരുത ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മുടെ തേങ്ങയുടെ ഡ്രൈ ആയി വരുന്നത്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പോലെ നെയ്യും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു കളറൊന്ന് മാറി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചക്ക അരച്ചതും കൂടി ചേർക്കണം കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. നല്ല മധുരം വേണം കേട്ടോ. അപ്പോൾ ശർക്കര പാനി നന്നായിട്ട് ചേർക്കണം. നമ്മുടെ തേങ്ങയിലും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചക്കയിലൊക്കെ നമ്മുടെ ഈ ഒരു ശർക്കര പാനി നന്നായിട്ട് മിക്സായി വരണം. ഇനി ഇതാ അതിൻ്റെ കളറൊക്കെ മാറി അതൊന്ന് വറ്റി കുറുകി വരുന്ന സമയത്ത് ആ ഒരു സമയത്തേക്ക് നമുക്കിതിലേക്ക് ഫെലോക്കിൻ്റെ ഹണി പീനട്ട് ബട്ടറും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂണാണ് ഈ ഒരു പീനട്ട് ബട്ടർ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ട് വന്നാൽ നമ്മുടെ ഈ ഒരു പീനട്ട് ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് ലൂസാവും കേട്ടോ, അതിൽ നെയ്യൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇത് ഒന്നുകൂടി അതൊന്ന് ഇളക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പോലെ ഏലക്കാപ്പൊടിയും കൂടി അങ്ങോട്ട് കൊടുക്കണം. ഒന്നുകൂടെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1-2 മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കണം കേട്ടോ. ചൂടൊന്ന് മാറുന്നത് വരെ നന്നായി ചൂട് മാറിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ തന്നെ ബോൾസാക്കി എടുക്കുക. ഒരു നാരങ്ങയുടെ പരുവില്ല, ആ ഒരു പരുവത്തിലാണ് ബോൾസാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തിട്ട് ചക്കക്കുരുല്ല അതൊന്ന് നെയ്യിലേക്ക് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ ഈ ഒരു ബോൾസ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ.